Good morning. Today going to talk about build CRM project. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് യൂണിറ്റിലെ പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫേസസ് ഓഫ് CRM എന്ന് പറയുന്ന ഭാഗത്തിലത്തെ രണ്ടാമത്തെ പോയിൻ്റാണ് ബിൽഡ് CRM പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. Having created a CRM strategy, the next phase involves building the foundation of CRM implementation. CRM എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മുടെ സ്ഥാപനത്തിന് യോജിക്കുന്ന രീതിയിൽ മാറ്റിയിട്ടാണ് അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബിൽഡിംഗ് CRM പ്രൊജക്റ്റ് എന്ന് പറയുന്നതിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് ഐഡൻറ്റിഫൈ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ദ ഫസ്റ്റ് സ്റ്റെപ്സ് ടു ഐഡൻറ്റിഫൈ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡ് എനി പാർട്ടി ദാറ്റ് വിൽ ബി ഇമ്പാക്റ്റഡ് ദ ചെയിൻ. ദിസ് കുഡ് include senior management, use of any system, marketing staff, sales personnel, sales people, customer service agent, channel partners, customers and IT specialist. Their participation in CRM project may be required at some future point. അതായത് പുതിയ CRM ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ CRMൻ്റെ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിന് ബെനിഫിറ്റ് കിട്ടുന്ന ആൾക്കാരാണ് സാധാരണ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ ഇവിടെ അതിന് ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പെടും. സീനിയർ മാനേജ്മെൻറ്റ് പെടും, മാർക്കറ്റിംഗ് സ്റ്റാഫ് പെടും, സെയിൽസ് പേഴ്സണൽ, കസ്റ്റമർ സർവീസ് ഏജൻറ്റ്, പാർട്ട്നേഴ്സ്, അങ്ങനെയുള്ള എല്ലാവരും ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാർ. ഇവരൊക്കെ ഫ്യൂച്ചറിൽ ഇതിൻ്റെ പാർട്ടിസിപ്പേഷനായിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതാണ് അത് ആരൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തുക. Then research suggests early involvement in parties affected changes help preempt later problems of resistance. സംടൈംസ് നമ്മൾ പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളതായിരിക്കാം. അപ്പോൾ പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിലും ഉള്ളതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? സീനിയർ മാനേജ്മെൻറ്റ് പാർട്ടിസിപ്പേഷനോട് കൂടിയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. സിസ്റ്റം യൂസേഴ്സ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേക്ക് ഹോൾഡർ. ദ ഇമ്പോർട്ടൻസ് ഇൻവോൾവിംഗ് യൂസേഴ്സ് ഇംപ്ലിമെൻറ്റേഷൻ ന്യൂ ടെക്നോളജി റീഇൻഫോഴ്സ്ഡ് ബൈ റിസർച്ച് കണ്ടക്റ്റഡ് ബൈ ഫ്രെഡ് ഡേവിസ് ആൻഡ് അതേഴ്സ്. അതായത് പുതിയ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഫ്രെഡ് ഡേവിസിൻ്റെ ഒരു പഠനമുണ്ട്. ആ പഠനത്തിൽ നിന്നാണ് അതിനെ ഫോളോ ചെയ്തിട്ടാണ് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ പോയിൻ്റ് ഐഡൻറ്റിഫൈ ചേഞ്ച് മാനേജ്മെൻറ്റ് നീഡ്സ്. നമുക്ക് പണ്ടുണ്ടായിരുന്ന മാനേജ്മെൻറ്റ് നീഡ്സ് ആയിരിക്കില്ല ഇപ്പോൾ പുതിയതായിട്ടുള്ള ഒരു CRM പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ മുന്നേ ഉണ്ടായിരുന്ന കുറേ കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ ഇവിടെയും വന്നിട്ടുണ്ടാവും. സെയിൽസ് ഫോഴ്സ് ഓട്ടോമേഷനിൽ സൺലൈസിങ് ഡാറ്റ പ്രസൻ്റ് ക്യാപിറ്റൽ ഇൻഡിവിജ്വൽ റെപ്രസെൻറ്റേറ്റീവ്സ്. അതായത് നമുക്ക് പണ്ട് കണ്ടിരുന്നത് അവരുടെ ലാസ്റ്റ് പെർഫോമൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അത് ആ ചേഞ്ചിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്തണം. റെപ്രസെൻറ്റേറ്റീവ്സ് വിൽ നീഡ് ടു ലേൺ ടു ഷെയർ ഡിസ്ട്രിബ്യൂട്ട് സെയിൽസ് ഫോഴ്സ്. ഇനി ഇതിൽ നമ്മൾ ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ അത് പരസ്പരം ഷെയർ ചെയ്യാണ്. ആ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള ഡാറ്റയാണ് അവർക്ക് ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അക്കോർഡിംഗ് ടു കൺസേൺ ബൂസ് അലൻ ആൻഡ് ഹാമിൽട്ടൺ, ലീഡർഷിപ്പ് ടീംസ് ദേ ഫെയിൽ ടു plan the human side of the change, often find themselves wondering they were best laid plans go awry. അതായത് നമ്മൾ കറക്റ്റായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ ടീമിനും വേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിലെന്ത് ചെയ്യണം? അതിന് അവർക്ക് ആ ലീഡർഷിപ്പ് ടീംസ് കൃത്യമായിട്ട് നോക്കണം. ഓരോരുത്തർക്കും ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് ഷെയർ ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് സെൻസ് ഓഫ് അർജൻസി സോ പീപ്പിൾ ബിഗിൻ ഫീൽ വി മസ്റ്റ് ഡു സംതിങ്. അതായത് നമ്മുടെ എത്രമാത്രം അർജൻസിയാണ്, അതായത് ഒരു ഡാറ്റ കിട്ടേണ്ടതിൻ്റെ അത്യാവശ്യം എത്രയുണ്ട്. പുട്ട് ടു ദ ഗൈഡിങ് ടീം ടു ഡ്രൈവ് ദ ചേഞ്ച് എഫേർട്ട്. ആ ചേഞ്ച് എഫേർട്ട് ഗൈഡ് ടീമാണ് പുട്ട് ചെയ്യേണ്ടത്. വിഷൻ റൈറ്റ് ആൻഡ് ബിൽഡ് സപ്പോർട്ടിങ് സ്ട്രാറ്റജി. അതിന് വേണ്ട സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് ഫോർ ബൈ ഇൻ. അത് നമ്മൾ വാങ്ങിക്കുക, നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക. അതാണ് അവിടെ പറയുന്നത്. എംപവർ ആക്ഷൻ ബൈ റിമൂവിങ് ഓർഗനൈസേഷൻ ബാരിയേഴ്സ് ടു ചേഞ്ച്. ഇനി ഓർഗനൈസേഷനിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കുറേ മാറ്റങ്ങൾ വരും, അതൊക്കെ നമ്മൾ മാറ്റണം. പ്രൊഡക്റ്റ് ഷോർട്ട് ടേം മീൻസ് ടു ഡിഫ്യൂസ് സിനിസിസം, പെസിമിസം, സ്പെക്ടേഴ്സം. അതായത് നമുക്ക് കുറ്റം കണ്ടുപിടിക്കുന്ന സ്വഭാവം, പിന്നെ അങ്ങനത്തെ ഉള്ള സംശയമുള്ള സ്വഭാവമൊക്കെ ഉണ്ടാവും. അതൊക്കെ മാക്സിമം റെഡ്യൂസ് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ വിൻസ്, അതായത് തുടക്കത്തിൽ തന്നെ നമുക്ക് കൃത്യമായ റിസൾട്ട് കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കത് സക്സസ്ഫുൾ ആവും എന്നുള്ളത് തീരുമാനിക്കും. ഡോണ്ട് ലെറ്റ് അപ്പ് കീപ്പ് ബട്ട് കീപ്പ് ഡ്രൈവിംഗ് ചേഞ്ച് ആൻഡ് പ്രൊമോട്ട് വിഷൻ. അതായത് നമ്മളത് അവസാനിപ്പിക്കേണ്ട, വേണ്ട ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത പ്രശ്നമാണെന്ന് ചോദിച്ചാൽ നിർത്തണ്ട, നമ്മളതിൽ ചേഞ്ചസോടുകൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാം. മേക്ക് ചേഞ്ചസ് സ്റ്റിക്ക് ബൈ റീഷേപ്പിംഗ് ദ ഓർഗനൈസേഷൻ. ഇത് നമ്മുടെ ഓർഗനൈസേഷൻ കൾച്ചറിന് ചിലപ്പോൾ എന്ത് ചെയ്യും, റീഷേപ്പ് ചെയ്യുക. ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ ദെൻ അറൗണ്ട് ബൈ മെനി ഇയേഴ്സ്, കുറേ കാലമായിട്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു കൾച്ചറായിരിക്കാം. അത് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം, ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. നമ്മൾ ഫോളോ ചെയ്യുന്ന ഷെയർഡ് വാല്യൂസ്, സ്ട്രോങ്ലി ഹെൽഡ് വാല്യൂസാണ് ഈ ഓർഗനൈസേഷൻ കൾച്ചറിൽ പറയുന്നത്. അതായത് നമ്മുടെ സ്ഥാപനത്തിൽ ഫോളോ ചെയ്യുന്ന നോംസ് ആൻഡ് പ്രൊസീജിയേഴ്സൊക്കെയാണ് ഈ ഓർഗനൈസേഷൻ കൾച്ചർ.
ദീസ് വാല്യൂസ് ആർ റിഫ്ലക്ഷൻ പാറ്റേൺ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഇൻ്റർപേഴ്സണൽ. ഇത് ചിലപ്പോൾ എന്ത് ചെയ്യാം, ബിസിനസ്സിൻ്റെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്തിരുന്ന ആ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, മാറ്റം വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇനി ഐഡൻറ്റിഫൈ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് നീഡ്സ്. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ മാനേജ്മെൻറ്റ് നീഡ്സ് ദാറ്റ് വിൽ സ്റ്റെപ്പ് ടു ഗോട്ട് വേർ യു, അതായത് വേർ വി യു വാണ്ട് ടു, നമുക്ക് എവിടെയാണ് നിൽക്കുന്നത്, എന്താണ് നമ്മുടെ റിസൾട്ട് കിട്ടുന്നത്. അതായത് നമ്മൾ ഒരു കസ്റ്റമറുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് നമുക്ക് ഇനി അയാൾ എന്താണ് വാങ്ങാൻ പോണത്, അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലേക്ക് അയാൾ ഇപ്പോൾ ഫോൺ വാങ്ങിയിട്ടുള്ള ഒരാളാണെങ്കിൽ ലാപ്പാണ് വാങ്ങാൻ പോണതെന്ന് വെച്ചാൽ ആ ലാപ്പ് വാങ്ങാനായിട്ട് അയാളെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഏതൊക്കെ ആൾക്കാരായിരിക്കാം അതിൽ ലാപ്പ് വാങ്ങാൻ സാധ്യതയുള്ളത്, അങ്ങനെയുള്ള ഡാറ്റകളൊക്കെയാണ് നമ്മൾ പതുക്കെ കളക്ട് ചെയ്തിട്ട് സോർട്ട് ചെയ്തിട്ട് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടേണ്ടത്. അത് ആർക്കൊക്കെയാണോ മാർക്കറ്റിംഗ് സ്റ്റാഫിന് കിട്ടുന്നത്, പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസാണ് അവർക്ക് കിട്ടേണ്ടത്. അല്ലാതെ എല്ലാവർക്കും എല്ലാതും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് എഫക്റ്റ് ഉണ്ടാവില്ല. എല്ലാവർക്കും എല്ലാതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, പക്ഷേ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ചില ആൾക്കാരുണ്ടായിരിക്കും. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ കൾച്ചർ ചിലപ്പോൾ മാറ്റം, നമ്മൾ ഫോളോ ചെയ്തിരുന്ന നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതായത് സ്റ്റാഫ് വരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനനുസരിച്ച് നമ്മുടെ ബിഹേവിയർ പാറ്റേണിലൊക്കെ ചേഞ്ച് വരുന്നുണ്ട്. ആ ചേഞ്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഓരോരുത്തരുടെ ഡാറ്റയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അടക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്താനും അതിനുള്ള ചേഞ്ചസൊക്കെ കൊണ്ടുവരാം. ഐഡൻറ്റിഫൈ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ്. ഇനി വേണ്ടത് നമ്മുടെ ക്രിട്ടിക്കൽ സക്സസ്, നമ്മുടെ പ്രൊഡക്റ്റിന് വേണ്ട ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സാണ്. ആ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന് മാത്രമായിട്ടുള്ള ചില ക്വാളിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ സംടൈംസ് നമ്മൾ ആഡ് ചെയ്യണതായിരിക്കും. ചിലപ്പോൾ ആ ക്വാളിറ്റി അതിന് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു ക്വാളിറ്റി ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സാണ് ഇതിൽ പറയുന്നത്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് നെക്സ്റ്റ്. ഇനി ഡെവലപ്പ് റിസ്ക് മാനേജ്മെൻറ്റ്. ഇനി വേണ്ടത് നമ്മൾ അതിലുണ്ടാവുന്ന റിസ്ക്കുകൾ കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ദെൻ പെർഹാപ്സ് മെനി 2/3 ഫെയിൽ. നമുക്ക് ചിലതൊക്കെ ഫെയിൽ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്, പക്ഷേ അത് ഫെയിലായി കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കുകയല്ല. റെസിസ്റ്റൻ്റ് യൂസ് അഡോപ്റ്റ് ന്യൂ ടെക്നോളജി, പുതിയ ടെക്നോളജീസ്, അതായത് പുതിയൊരു സാങ്കേതിക വിദ്യ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ കസ്റ്റമറുടെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനും സോർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സോഫ്റ്റ്വെയർ നമുക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്യാണ്. അപ്പോൾ ആ സാങ്കേതിക വിദ്യ, പുതിയതായിട്ടുള്ള ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ, നമ്മളുടെ സ്റ്റാഫിൻ്റെ ഇടയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അതിലുള്ള ഡീറ്റെയിൽസ് ആർക്കൊക്കെ ഷെയർ ചെയ്യണം, എങ്ങനെയൊക്കെ പാസ്വേഡ് ഇട്ടിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇനി അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് അണ്ടർസ്റ്റാൻഡിങ് ദ ഇൻവോൾവ്മെൻറ്റ്, റിവാർഡ് ആൻഡ് ഇൻസെൻറ്റീവ്സ്. നമ്മൾ CRM എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്പർ ഓഫ് കോമൺ കോസ് ഓഫ് CRM ഫെയിലിയർ, മാനേജ്മെൻറ്റ് ദാറ്റ് ഹാസ് ലിറ്റിൽ കസ്റ്റമർ അണ്ടർസ്റ്റാൻഡിങ്, ഇൻവോൾവ്മെൻറ്റ്, റിവാർഡ് ആൻഡ് നമ്മൾ ആർക്കാണോ കൃത്യമായിട്ട് റിവാർഡ് ആൻഡ് റെക്കഗ്നിഷൻ, അതുപോലെ തന്നെ റിവാർഡും അങ്ങനെ, അതായത് റിവാർഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇൻവോൾവ്മെൻറ്റ് ഇൻസെൻറ്റീവ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആർക്കൊക്കെ വേണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് വേണം, അവർക്കാണ്. അപ്പോൾ അവരുടെ ഡാറ്റകൾ നമുക്ക് പ്രത്യേകം കിട്ടണം. ആ ഡാറ്റകൾക്കനുസരിച്ചാണ് നമ്മൾ ഓഫറുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അതൊക്കെ ഈ സോഫ്റ്റ്വെയറിൽ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്ഥാപനത്തിന് അനുയോജ്യമായ രീതിയിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഓക്കെ, താങ്ക് യു.